ശിവൻ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് പോകാമെന്ന് പറയാണ്. ബാലചന്ദ്രൻ ചോദിക്കാണ്, ശിവേട്ടാ അതുകൊണ്ടൊക്കെ വലിയ കാര്യം ഉണ്ടാവോ? അവരൊക്കെ നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കുവോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെയൊക്കെ വില എന്താണെന്ന് ശിവേട്ടന് അറിയാലോ. ബാല, ഞാൻ അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആളുടെ PA എൻ്റെ ഒരു ബന്ധുവാ. അത് മാത്രമല്ല, ഞാൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് കാശാണ് മുഖ്യം. ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് കാശ് വേണം. നമ്മളെ കുറെ പൈസയും എറിഞ്ഞാൽ മതി, നമുക്കത് സാധിച്ചു തരും. നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം. രാത്രിയല്ലേ, അവിടെ മറ്റാരും കാണില്ല. പോയിട്ട് വെളുക്കുന്നതിന് മുമ്പേ നമുക്ക് തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. ബാലൻ പറയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്ത് ചെയ്യാനാ, ജനിപ്പിച്ച് പോയില്ലേ. ഹൗമാറയൊക്കെ കുന്തളിപ്പ് കൊണ്ട് നമ്മൾ കിടന്ന് അനുഭവിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട്. എന്താണേലും കുറച്ച് കാശ് അധികം കൊടുക്കേണ്ടി വരും. എത്ര കൊടുത്താലും സാരമില്ല, നമുക്ക് നമ്മുടെ പിള്ളേരല്ലേ വലുത്. എങ്ങനെയെങ്കിലും ശരണയുടെ വീട്ടുകാരോട് സംസാരിച്ച് ഈ കേസ് ഒഴിവാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ശരണയുടെ വീട്ടുകാർക്ക് ചില താല്പര്യമൊക്കെ ഉണ്ട്. 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു മനസ്സുണ്ട്. പക്ഷെങ്കിൽ ഈ സമുദായം, പിന്നെ മഹിളാ പാർട്ടി, അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അവരാണ് ഒന്നിനും സമ്മതിക്കാത്തത് എന്ന് അയാൾ പറയാണ്. അങ്ങനെ ബാലൻ ശിവേട്ടനോട് പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ പോകാനായിട്ടൊക്കെ ആയിട്ട് ഒരുങ്ങുമ്പം ആലീന ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അച്ഛന് രാത്രിയിൽ എങ്ങോട്ടാ? അത് പിന്നെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. നിങ്ങൾക്ക് പേടിയൊന്നുമില്ല രാത്രി കിടക്കാനായിട്ട്? ഹേയ്, അച്ഛൻ ഹോസ്പിറ്റലായിരുന്നപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നോ? അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആരെ പേടിക്കാനാച്ചാ? നീ ഉള്ളതാ മോളെ എൻ്റെ ധൈര്യം. ബബിതയും കൃഷ്ണമോളെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നീ വന്നതിൽ പിന്നെ എനിക്കിപ്പം വലിയൊരു ആശ്വാസമുണ്ട്. അല്ലച്ചാ എവിടെ പോവാ? അത് ശിവേട്ടൻ്റെ കൂടെ ഒരു കാര്യത്തിന് പോവാ, അത്യാവശ്യമായിട്ട്. എന്തായാലും വെളുപ്പാകാറാകുമ്പളേ വരുള്ളൂ. മോള് ബബിതയും കൃഷ്ണൻ നോക്കിക്കോണേ. അതൊക്കെ നോക്കിക്കോളാം, അച്ഛൻ പേടിക്കാതെ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിലോ പോകാനായിട്ട് ഇറങ്ങാണ്. അലീന കഥ തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോളും ബബിതയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ബാലൻ പറയുന്നുണ്ട്, കഥ അടച്ചതിനകത്ത് തന്നെ ഇരുന്നോണം, ആരും പുറത്തേക്കെങ്കിലും ഇറങ്ങണ്ട. ആരും വന്ന് ഡോറിൽ ബെല്ലടിച്ചാലും ആരാണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റാവുള്ളൂ, ഡോറ് പോലും തുറക്കാവുള്ളൂ എന്ന് പറയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വെളുപ്പാവോ വരുള്ളൂ എന്ന് പറയുമ്പം ബബിത എവിടെ പോവാണെന്ന് ചോദിക്കുമ്പം കേസിന്റെ കാര്യത്തിന് ഒരാളെ കാണാനായിട്ട് ഞാനും ശിവേട്ടനും രാജീവനും കൂടി പോവാണ്, വെളുപ്പാവുമ്പളേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പോയതിനു ശേഷം അലീന കഥകളെല്ലാം അടച്ച് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബബിത അപ്പോൾ തന്നെ അവളുടെ മുറിയിലേക്ക് പോവാണ്. കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഞാനിന്ന് ചേച്ചിയുടെ ആയിട്ടാണ് കിടക്കണത്, അതിനെന്താ മോളെ നമുക്ക് ഒരുമിച്ച് കിടക്കാലോ എന്ന് പറയാണ്. അങ്ങനെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് അലീന കൃഷ്ണമോളും കൂടിയിട്ട് ഒരു മുറിയിൽ കഥകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ കിടക്കായിരിക്കും. ഈ സമയം കൃഷ്ണ ചോദിക്കാണ്, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനിയിപ്പോ രോഹിത്തേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് ചേട്ടനെ ഉപദ്രവിക്കില്ലേ? അന്ന് ചേച്ചി പോയപ്പോൾ അവസ്ഥ എന്തായിരുന്നു? അതിലപ്പുറമായിരിക്കില്ലേ രോഹിത്തേട്ടൻ ഇറങ്ങുമ്പം? അത് മാത്രമല്ല, നാണക്കേട്, അപമാനം, കൂട്ടുകാരൊക്കെ എന്തൊക്കെ പറയായിരിക്കും? ആലീന പറയാണ്, മോളെ ഇതൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു പാവം പെൺകുട്ടീനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചില്ലേ? ആ സമയത്ത് ആലോചിക്കണമായിരുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കാശ് കൊടുത്താലേ പെണ്ണിന്റെ മാനവും കൂടി മേടിക്കാന്നാ ഇങ്ങനെയുള്ളവരുടെയൊക്കെ വിചാരം. അതെല്ലാം ഇപ്പൊ മാറിക്കിട്ടി കാണും. അന്നവൻ പറഞ്ഞു കേട്ടില്ലേ, 25,000 രൂപയും ഒരു ഗോൾഡ് റിങ്ങും കൊടുത്തുവെന്ന്. അതും മേടിച്ചുകൊണ്ട് ആ കുട്ടി പോകുന്ന അവരെല്ലാം കരുതിയത്. ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയല്ല. അവളെ കാണുമ്പം എനിക്കെൻ്റെ രേവതിക്കുട്ടിയെ ഓർമ്മ വരുന്നത്. 4 പേരും കൂടിയിട്ട് അവളെ കൊല്ലാഞ്ഞു തന്നെ എന്തോ ഭാഗ്യം. ആ കുട്ടി ഇപ്പൊ പതിയെ ജീവിതത്തിലേക്ക് വന്നോണ്ടിരിക്കാം. അത് കാണുമ്പോഴാ മോളെ എനിക്കൊരാശ്വാസം എന്ന് പറയുന്നുണ്ട്. ചേച്ചി സത്യത്തിൽ ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്ക. അമ്മ അവിടെ, ചേട്ടൻ അവിടെ, ഭവിതേച്ചാണെങ്കിലോ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആ അമലിന്റെ പിന്നാലെയും. ആകെപ്പാടെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലാ. ഞാൻ പറഞ്ഞില്ലേ മോളെ, മോളെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. മോളുടെ കാര്യം ഇപ്പൊ പഠിക്കാന്നുള്ള മാത്രാ. പരീക്ഷയല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും. എൻ്റെ പൊന്നു മോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങാണ്. ബാലൻ ഈ സമയത്ത് കൊല്ലപ്പള്ളിക്ക് ചെല്ലാണ്. അപ്പോഴേക്കും രാജീവനും ശിവനും കൂടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ ബാലന്റെ കാറിൽ കയറിയിട്ട് ഇവര് പോവാണ്. കമല അത് നോക്കി നിൽക്കുന്നു കേട്ടോ. മനു ആണെങ്കിലോ എറണാകുളം വരെ അത്യാവശ്യത്തിനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ബാലനും അതുപോലെ നമ്മുടെ ശിവനും രാജീവനും കൂടെ കൂടിയിട്ട് നേരെ ആ പാർട്ടി ഓഫീസിലേക്ക്, അതായത് ഒരു മുഖ്യമന്ത്രിയല്ല, ആ ഒരു പാർട്ടി നേതാവിനെ കാണാനായിട്ട് ആ ഒരു ഹൗസിലേക്ക്, അവരുടെ ഹൗസിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ PA വന്ന് ഇവരെ സ്വീകരിക്കുന്നുണ്ട്.
അദ്ദേഹത്തോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രശ്നമെന്നും സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് സൂചിപ്പിച്ചേക്ക്. ബാക്കി കാര്യമൊക്കെ അയാൾ നോക്കിക്കോളും. പിന്നെ കാശ് നന്നായി കൊടുക്കേണ്ടി വരും. അറിയാലോ, ഇമാതിരി ഒരു കേസാ. ഇടപെട്ടത് നമ്മളാണെന്ന് അറിഞ്ഞാലേ തല പോകും. എതിർ പാർട്ടിക്കാരെങ്ങാടെ അറിഞ്ഞാലേ നമ്മൾ നാറിയെന്ന് പറഞ്ഞാൽ മതി. ഈ ഇലക്ഷനിൽ പോലും നമ്മുടെ സ്ഥാനം പോകും. നമ്മൾ തോറ്റു തൊപ്പിട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് അതുപോലെ അറിയാതെയേ എല്ലാ കേസും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാശും കുറച്ച് കൂടുതലായിരിക്കും. ശിവൻ പറയാണ്, ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി. അവരുടെ ജീവിതം നശിച്ചു പോവരുത് എന്ന് പറയാണ്. അകത്തേക്ക് ചെന്നോ, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ശിവനും രാജീവനും ബാലചന്ദ്രനും കൂടിയിട്ട് നേരെ അദ്ദേഹത്തിനടുത്തേക്ക് പോകുന്നുണ്ട്, ആ ഒരു പാർട്ടി നേതാവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവിടെ ചെല്ലാണ്. വാ വാ കയറി വാ, എന്നോട് പിയ പറഞ്ഞിരുന്നു നമുക്ക് അകത്തോട്ടിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു മുറിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ആ മുറിയിൽ ഇവർ മൂന്നും ആ പാർട്ടി നേതാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കഥയൊക്കെ ലോക്ക് ചെയ്തിട്ട് അവർ സംസാരിക്കുകയാണ്. ആ നേതാവ് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഇലക്ഷൻ്റെ സമയം അടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇമാര് കേസൊന്നും എടുത്ത് ആരും തലയിൽ വെക്കാത്തതാ. പക്ഷേ നമുക്ക് പി എ പറഞ്ഞു ഇത്രയ്ക്ക് അത്യാവശ്യമുള്ള കേസാണ്. അത് മാത്രമല്ല, നിങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ. ഇലക്ഷൻ്റെ സമയത്തൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ. പലരും നിങ്ങളെ കൈയൊഴിഞ്ഞെന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു കേസായതുകൊണ്ടാ. പുറത്തെങ്ങാനും അറിഞ്ഞാലേ നമ്മുടെ തല പോകുന്ന കേസാ. അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കൈയുണ്ടെന്ന് ആരും അറിയണ്ട. വേറെ ഏതെങ്കിലും രീതിക്ക് സംസാരിച്ച് കാര്യം നടത്തിത്തരാം. പക്ഷേ അയാൾ പറഞ്ഞു കാണുമല്ലോ, നമ്മൾ ചോദിക്കുന്ന കാശ് നമുക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ പറയാണ്, നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ മക്കൾ അവിടെ കിടക്കുന്നത്. ഇപ്പൊ തന്നെ ശരിക്കും അടി കൊണ്ടു. പോലീസുകാരെയും കുറെ നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾ കാണാൻ പോയിട്ടും ഒരു രക്ഷയില്ല. എല്ലാവരും ഞങ്ങളെ ആട്ടി പായിച്ചോണ്ടിരിക്കുക. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടു മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് നിന്നവർ പോലും ഇപ്പം ഞങ്ങളെ കാണുമ്പം പുച്ഛിച്ച് പോയിക്കൊണ്ടിരിക്കുക. ആ അവസ്ഥയിലേക്കാ ഞങ്ങളുടെ കാര്യങ്ങളിപ്പോൾ പോക്ക്. നേതാവ് പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയൊക്കെ നമ്മൾ പിടിച്ചു വെച്ചാലും അവർ കയറും പൊട്ടിച്ച് പോകും. മദ്യവും മയക്കുമരുന്നും പെണ്ണും കഞ്ചാവും ഒക്കെ ആയിട്ടേ ഇപ്പോഴത്തെ പിള്ളേർ ആകെപ്പാടെ നശിച്ച് കിടക്കുവാടോ. നമ്മുടെ ഒന്നും കാലഘട്ടം പോലല്ല. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി ആയിരുന്നു അന്നൊക്കെ കൊതിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതെല്ലാം ഉള്ളതിൻ്റെ അഹങ്കാര. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കേ തിന്നിട്ട് എല്ലായിടെ കയറുന്ന സോക്കേടാ എന്നൊക്കെ നേതാവ് പറയാൻ കേട്ടോ. ഞാനെന്തായാലും ജയിലിലേക്കും അതുപോലെ പോലീസുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞോളാം, അവരെ ഇനി ഉപദ്രവിക്കരുതെന്ന്. അത് മാത്രമല്ല, ഈ പറഞ്ഞ കേസിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. ശരണയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും പിന്നെ ആ കേസിൻ്റെ കിടപ്പ് വശത്തെ പറ്റിയൊക്കെ ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു. എങ്ങനെ പോയാലും ഈ കേസ് കോടതിയിലേക്ക് വന്നാലേ മക്കളുടെ ഭാവിയുടെ കാര്യം പോക്കാ. പിന്നെ അവരെ പുറത്തേക്ക് നോക്കണ്ട, ജീവപര്യന്തമൊക്കെ ഉറപ്പാ. കാരണം ആ പെൺകുട്ടിയുടെ വീഡിയോ അവരെ എടുത്തിട്ടുണ്ട്. അതിലൊരുത്തൻ ഈ പെണ്ണിനെ റേപ്പ് ചെയ്യുന്ന വീഡിയോയാ അവനെടുത്ത് ഫോണിൽ വെച്ചിരിക്കുന്നത്. അത് പോലീസുകാർക്ക് തൊണ്ടിമതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഇവന്മാർ കൊടുത്ത മയക്കുമരുന്നിൻ്റെ അംശവും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ദേഹത്തു നിന്നും ഇവന്മാരുടെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളി ഇവന്മാരുടെ പേരിലുള്ള കംപ്ലൈൻ്റ് ഒക്കെ ശരിയാണെന്നുള്ള രീതിക്കുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ആ ഒരു വിചാരണ നടക്കുകയാണെങ്കിലേ ഉറപ്പായിട്ടും അവന്മാർ ഇനിയുള്ള കാലം ജയിലിലായിരിക്കും എന്ന് പറയാണ്. അല്ല, ആ പെൺകുട്ടി മൊഴി മാറ്റി പറയാനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വിധേയനെ അവർ അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പം ശിവൻ പറയാണ്, വേറെ രണ്ടുപേരെ വെച്ച് ഞാൻ ചോദിപ്പിച്ചായിരുന്നു. 1 കോടി രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ, 4 പിള്ളേരുടെ കൂടെ കൂടിയിട്ട്. ആ സമയത്ത് അവരുടെ വീട്ടുകാർക്ക് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്, ഒരു 20%. പക്ഷേ ഇവരുടെ കമ്മ്യൂണിറ്റിയും അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അവരാരും സമ്മതിക്കില്ല. ഈ കേസോടെ മുമ്പോട്ട് പോകാനാണ് അവർ തീരുമാനം. അപ്പോൾ പാർട്ടി നേതാവ് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. ഇത്രയൊക്കെ തെളിവുണ്ടെങ്കിലും കേസില്ല, എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നാ പെൺകുട്ടി പറയുകയാണെങ്കിലേ അതോടുകൂടി ഈ കേസ് അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ആ രീതിക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയിപ്പോൾ ഇവന്മാർ ചെയ്തില്ലെന്നും പറഞ്ഞ് തെളിവ് നിർത്തിയാലും ആ പെൺകുട്ടിയുടെ മൊഴിയാണ് ഏറ്റവും അത്യാവശ്യം. അതിജീവിതയുടെ മൊഴിയാണ് എപ്പോഴും നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, പാർട്ടിക്കാരുടെ കേസൊക്കെ ആകുമ്പോഴേ തള്ളിപ്പോവാനേ ചാൻസ് ഉള്ളൂ. ഇവിടെ എത്രയോ പെൺകുട്ടികളുണ്ട് നീതി കിട്ടാൻ നടക്കുന്നവർ. അവരൊക്കെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നടന്നാലേ കാശുള്ളവരും പാർട്ടിക്കാരും സിനിമാക്കാരും ഒക്കെ ആണെങ്കിലേ നൈസായിട്ട് അവരെ അങ്ങ് ഒഴിവാക്കത്തേ ഉള്ളൂ. കേസ് ഇങ്ങനെ ഇട്ട് വലിപ്പിക്കും. അവസാനം തെളിവില്ലെന്നും പറഞ്ഞ് ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യിപ്പിക്കും. അതിജീവിതയ്ക്ക് നീതിയും കിട്ടില്ല, അവളുടെ മാനവും പോവും. അങ്ങനെ കുറേ കേസുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ബാലൻ പറയാണ്, അതൊന്നും അല്ല,
എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കേസിന് കൂടെ വന്നതിന് തന്നെ ഒരുപാട് മനോവിഷമമുണ്ട്. കാരണം എൻ്റെ വീട്ടിലും 2 പെൺപിള്ളേരുണ്ട്. അവർക്ക് ഈ അവസ്ഥ വന്നാലോ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഞാൻ ജനിപ്പിച്ച മോനായി പോയില്ലേ, എന്ത് ചെയ്യാനാ? അത് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചത്. അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട്. ആ പെൺകുട്ടീനെ കമ്പൽ ചെയ്തോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ താല്പര്യമില്ലാതെയോ ഒരിക്കലും എൻ്റെ മകനെ പുറത്തിറക്കണ്ട. പകരം ആ കുട്ടിയോട് സംസാരിച്ച് അവൾക്ക് പരാതിയില്ലെന്ന് പറയുകയാണെങ്കിൽ മാത്രം പുറത്തിറക്കിയാൽ മതിയെന്ന് ബാലൻ പറയാണ്. ശിവനപ്പോ ബാലന്റെ കയ്യിൽ പിടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. 1 കോടി രൂപ നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ, കുറച്ചൊക്കെ അവർക്ക് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. കാരണം കോളനിയിൽ താമസിക്കുന്നവരാ, വല്ല സാമ്പത്തികമൊന്നും ഇല്ലാത്തവരാ. വേറെ 2 ആൺകുട്ടികളോടുണ്ട്. അച്ഛനമ്മയൊക്കെ നല്ല പ്രായമായവരാ, നല്ല വലിയ ജോലിയൊന്നും ഇല്ലാത്തവരാ. അതുകൊണ്ട് തന്നെ ആ കാശെന്ന് കേൾക്കുമ്പം അവരതിൽ വീഴുമല്ലോ. പിന്നെ പെൺകുട്ടിക്ക് നല്ല ജീവിത സാഹചര്യവും പഠിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടുന്നൊക്കെ മാറി പുറത്തേക്കെങ്ങാനും പോയ കുട്ടി പഠിച്ചാൽ ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടില്ലേ എന്ന് ശിവൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോയിന്റൊക്കെ ശരിയാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് മാത്രമല്ല 1 കോടി രൂപ പോരാ. ആ പെൺകുട്ടിക്ക് നിങ്ങൾ 4 പേരും കൂടി 2 കോടി രൂപയെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയാണ്, കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പോവല്ലേ മക്കൾ കാരണം എന്ന് പറയാണ്. അതിൽ കാര്യമില്ല, നമുക്ക് മക്കളുടെ ഭാവിയല്ലേ വലുത്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് 2 കോടി രൂപയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും ആളെ വിട്ട് സംസാരിപ്പിക്കാം. 2 കോടി രൂപ വാഗ്ദാനം ചെയ്യാം. ആ പെൺകുട്ടി മൊഴി മാറ്റി പറയട്ടെ, അതല്ലേ നല്ലത്. അല്ലാതെ നമ്മളുടെ ഉള്ള കാശ് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് നമ്മുടെ പയ്യന്മാരകത്ത് കിടന്ന് നരകിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് നേതാവ് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ കാര്യം അതിജീവിതയ്ക്ക് 2 കോടിയാണെങ്കിലേ നമ്മുടെ ഫണ്ട് 3 കോടിയാ, അത് മറക്കരുത് എന്ന് പറയുമ്പോഴേക്കും ഇവരത് ഞെട്ടിപ്പോവാണ്. 3 കോടിയോ എന്ന് ബാലൻ ചോദിക്കുമ്പം, പിന്നെ ബാല ഇതെന്താ ചെറിയ കാര്യമാണെന്നാണോ ഓർത്തിരിക്കുന്നത്? ഇതിനകത്തെങ്ങാനും തല ഞാൻ ഇട്ടുമെന്ന് ഞാൻ എൻ്റെ പാർട്ടിക്കാരോ ഞാനോ ആരെങ്കിലും അറിഞ്ഞാലേ എൻ്റെ തല കൊയ്യും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പാർട്ടിയിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ എന്നെ അറസ്റ്റും ചെയ്യും. നിങ്ങളുടെ മക്കൾ ഒരു കാലത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും പോകുന്നില്ല. അത്രയ്ക്ക് റിസ്ക് എടുത്താ ഞാനിത് ചെയ്യാൻ പോണത്. ആ റിസ്കിന് അത്രത്തോളം പൈസ ആവശ്യമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഞങ്ങൾ തരാം, ഞങ്ങളുടെ മക്കളായി പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാവും? ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് ശിവൻ പറയുന്നുണ്ട്. എന്നാ ശരി, ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലനും ശിവനും അതുപോലെ രാജീവനും അവിടുന്ന് ഇറങ്ങാണ്. ഈ സമയത്ത് PA വന്നിട്ട് എന്നാ സംസാരിച്ചോ, എല്ലാം ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പം ശിവൻ പറയാണ്, അതിജീവിതയ്ക്ക് 2 കോടിയും പുള്ളിക്കാരന് 3 കോടിയാ പറഞ്ഞേക്കുന്നേ. അതൊക്കെ ചെറിയ തുകയാ. ഇവിടെ ഇതുപോലെ കേസായിട്ട് ആരും വന്നാലുമേ അയാൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ അയാളെ തന്നെ ഏൽപ്പിച്ചത്. അയാൾ ഏറ്റെടുത്താലേ അത് അയാൾ നടത്തിയിരിക്കും. പിന്നെ 3 കോടിയൊക്കെ അയാൾക്ക് ചെറിയ തുകയാ. ഇതുപോലെ ഇഷ്ടം പോലെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നാലും ശരി, ഞങ്ങൾക്ക് കാര്യം നടന്നാൽ മതി. അല്ല, അപ്പൊ എൻ്റെ കമ്മീഷനോ? അതൊക്കെ തരാം, നീ ബേജാറാവണ്ട. ആദ്യം കേസ് എങ്ങനെയും നീ നടത്തിത്താ. ഇനി അധികം ദിവസമല്ലേ വിചാരണയ്ക്ക്. അതിനു മുമ്പേ ആ പെൺകുട്ടി മൊഴി മാറ്റി പറയണം എന്ന് ശിവൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് PA ഇവരെ പറഞ്ഞുവിടാണ് കേട്ടോ. ഇതേ സമയത്ത് കടപ്പാട്ടൂര് ഭവതിയാണെങ്കിൽ അമലിനെ വിളിക്കാണ്. ഇതുപോലെ അച്ഛനും ഇവിടെ നിന്ന് പോയി, ഇവിടെ ഇപ്പോൾ ആരുമില്ല, അലീനയും ആ കൃഷ്ണയും മാത്രമേ ഉള്ളൂ, എത്ര നാളെ നമ്മളെ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നല്ല ഗോൾഡൻ അവസരമാണ്, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. എന്തായാലും എത്ര ദിവസമായി നമ്മളെ കണ്ടിട്ട്. അന്ന് കണ്ടപ്പോൾ ആ നാശം പിടിച്ച അലീന നമ്മളെ അടിച്ചിറക്കി വിട്ടില്ലേ, അതിനുശേഷം പിന്നെ എത്ര ദിവസമായി. രോഹിത്തിൻ്റെ കേസും പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. ബബിത പറയാണ്, എനിക്ക് നല്ല പേടിയുണ്ട്. ആ അലീനയ്ക്ക് 4 ഭാഗത്തും കണ്ണും ചെവിയാണ്. അവളെങ്ങാനും അറിഞ്ഞാലോ തീർന്നു, അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ അമല് പറയാണ്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, നീ ഒരു ആത്മഹത്യാ ഭീഷണിയൊക്കെ അങ്ങ് മുഴക്കാൻ മതി, അതോടുകൂടി അവൾ സെറ്റായിക്കോളും. എനിക്ക് കാണാതിരിക്കാൻ വയ്യ എൻ്റെ മുത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ സോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അമലിനെ ഇവള് വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ് കേട്ടോ. ആരും അറിയാതെ അവള് അടുക്കള ഡോർ തുറക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ അമൽ വരികയാണ്. ഡോറ് അടച്ചിട്ട് 12 പേരും മുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അലീനയും കൃഷ്ണമോളും നല്ല ഉറക്കത്തിലായിരിക്കും.
ഇതേ സമയം ബബിതയും അമലും കൂടി മുറിയിലും ആയിരിക്കും കേട്ടോ. അങ്ങനെ രാത്രി കുറെ നേരം വൈകുന്നുണ്ട്. 12:30 1 മണിയൊക്കെ ആവുകയാണ്. ഈ ഒരു സമയത്ത് ബാലനും ശിവനും അതുപോലെ നമ്മുടെ രാജീവനും ഒക്കെ അവിടുന്ന് തിരിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ കൃഷ്ണമോൾക്കാണെങ്കിലോ ചുമക്കുന്നുണ്ട്. എണീച്ച് നോക്കുമ്പം ജഗില് വെള്ളം ഉണ്ടായിരിക്കില്ല കേട്ടോ. അലീന പണിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച് കിടക്കല്ലേ നോത്തിട്ട് ജഗില് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണമോള് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ അമല് ഷർട്ടിലായിട്ട് ഡ്രസ്സെല്ലാം നേരെയാക്കിയിട്ട് ബബിതയുടെ മുറിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ അറിയാലോ, മുടിയൊക്കെ നല്ല കടന്നൽക്കൂട് പോലെ ഇരിക്കുകയല്ലേ. കൃഷ്ണമോള് അടുക്കളയിലേക്ക് വന്ന് വെള്ളം എടുക്കാൻ ഇറങ്ങുമ്പോഴായിരിക്കും ബബിത അവനെ പറഞ്ഞയക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുന്നത്. അടുക്കളയിൽ വന്ന് അമലിനെ കണ്ടപാടെ കയ്യിലിരുന്ന ഗ്ലാസ് ജഗ് താഴെ പോകുന്നുണ്ട്. അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ച് കാറുകയാണ്. ആന്ന് വിളിച്ച് കാർന്ന് കേട്ട് എൻ്റെ കൃഷ്ണമോളേന്ന് വിളിച്ചുകൊണ്ട് അലീന ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എവിടെ പോയെന്നും പറഞ്ഞ് അവൾ ഓടി വന്ന് നോക്കാണ്. ഈ സമയം കൊണ്ട് അമല ഡോറും തുറന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബബിത ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് കതക് ലോക്ക് ചെയ്യാണ്. അലീന ഹാളിലേക്ക് വന്ന് പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടുമ്പം ബൈക്കും എടുത്തുകൊണ്ട് ആരെ പുറത്തേക്ക് പോകുന്നത് അലീന കാണുകയാണ്. ഗേറ്റും തുറന്ന് പോകുന്നത് അവൾ കാണുന്നുണ്ട്. അടുക്കളയിലേക്ക് ഓടി വന്ന് കൃഷ്ണമോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ചേച്ചിന്നും പറഞ്ഞ് ഓടി വന്ന് കൃഷ്ണ വന്ന് കെട്ടിപ്പിടിക്കാണ്. എന്താ മോളെ, എന്ത് പറ്റി? എന്തിനാ മോളെ പേടിച്ച് കരയുന്നേ? ചേച്ചി അവിടെ എന്താ? ആഹാ, ബബിതയോട് നിപ്പടല്ലോ. പിന്നെ എന്ത് പറ്റി? ആരാ ബബിത പോയത് എന്നൊക്കെ ചോദിക്കാണ്. മോളെ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്, ആ ജഗ് കാലെ കൊണ്ട് കയറണ്ട, കുപ്പിച്ചിലല്ലേ എന്ന് പറയാൻ കേട്ടോ. ചേച്ചി അവൻ വന്നു, ആ അമല് ഇവിടെ വന്ന് ഇരുട്ടത്ത് നിൽക്കായിരുന്നു. ഞാൻ ലൈറ്റിട്ടുണ്ടേ അവനെ കണ്ടത്. ഈ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അവനെ രാത്രി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ചേച്ചി എന്ന് പറയുന്നുണ്ട്. മോള് പേടിക്കണ്ട, അമലാണെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് അകത്തേക്ക് പോയിക്കോ, ചേച്ചി ഇപ്പൊ വരാം എന്ന് പറയാണ്. അങ്ങനെ പേടിച്ച് കൃഷ്ണമോള് റൂമിലേക്ക് പോവാണ്. ഈ സമയത്ത് ബബിത അതിന്റെ സൈഡിൽ കൂടെ കയറിപ്പോവാൻ നോക്കുമ്പോഴേക്കും അലീന കൈ കൊണ്ട് തടയുന്നുണ്ട്. അവിടെ നിക്കടി എന്ന് പറയാണ്. എന്താടി നിനക്കെന്താ കാര്യം? അതെ, അമൽ തന്നെയാ വന്നത്, എന്നെ കാണാനോ വന്നത്. അതിന് നിനക്കിപ്പോ എന്താടി സോക്കേട്? നീ നിന്റെ കാര്യം നോക്കി പോടി. അമലിനല്ല, ഞാൻ ആരെ വേണമെങ്കിലും വീട്ടിൽ വിളിച്ചു കയറ്റും. ഇതെന്റെ വീടാ, എന്റെ കാര്യമാണ്. ഞാൻ ചെയ്തതിനൊന്നും നീ അവകാശം വാദിക്കാൻ വരണ്ട. നീ ഇവിടുത്തെ ആരടി? ആഫ്റ്റർ ഓൾ വേലക്കാരി. അത് മാത്രം കണക്കാക്കിയാൽ മതി. നീ വലിയ അമ്മച്ചി ചമയാണെന്ന് വരണ്ട. മാറി നിക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞ് ബബിത അലീന തള്ളുമ്പോഴേക്കും അലീന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിക്കാം കേട്ടോ. എന്നിട്ട് അവളുടെ കവള് നോക്കി ആ ഞൊരെണ്ണം കൊടുക്കുകയാണ്. അടിയെന്ന് വെച്ചാലും വേറെ ശരിക്കും അടിയായിരിക്കും കേട്ടോ. ഇതും കേട്ട് നമ്മുടെ ബബിതയാണെങ്കിലോ ഒട്ടും പ്രതീക്ഷയില്ല. ആ അടിയില് നമ്മുടെ ബബിതയുടെ ചെവിയൊക്കെ മൂളുന്നുണ്ട് കേട്ടോ. ബബിത നീനെ തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തല്ലുമല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ഈ നിമിഷം തന്നെ നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാമെന്നിട്ടല്ല, തോന്നിവാസം കാണിച്ചിട്ട് പ്രസംഗിക്കത്തോടെ നിന്ന് വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു വെങ്കച്ച കൃഷ്ണ. അവക്കുള്ള അത്രയും മെച്യൂരിറ്റി പോലും നിനക്കില്ലല്ലോ, ആ വിവരബോധം പോലും നിനക്കില്ലല്ലോ. തന്തയാണെങ്കിലോ മോനെ ഇറക്കാൻ വേണ്ടി അതിലേതിൽ ഓടി നടക്കുക. തള്ള ഹോസ്പിറ്റലില്, ആ ജ്യേഷ്ഠനാണെങ്കിലോ ജയിലില്. ആ സമയത്തും നിന്റെ സോക്കേടിന് കുറവൊന്നുമില്ല അല്ലേ? ആ വൃത്തിയിടൻ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കുന്നു നാണം കെട്ടവള്. അവന്റെ കൂടെ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? നമ്മൾ 3 പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? അമൽ അങ്ങനത്തവനല്ല. അല്ല എനിക്ക് മനസ്സിലായി. മിണ്ടാതെ കയറിപ്പോക്കോ, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് ബബിത കയറി വലിച്ച് കഥ അടയ്ക്കുന്നുണ്ട്. അലീനയുടെ മനസ്സമാധാനം പോയിട്ടോ. മുറിയിലേക്ക് പോയിട്ട് അലീന ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ചേച്ചി എന്ന് വിളിക്കുമ്പം കൃഷ്ണമോളെ നീ കിടന്ന് ഉറങ്ങിക്കോ, നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, മോളെ മിണ്ടാതിരുന്നോ കേട്ടോ. അല്ലാതെ അച്ഛനോടൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അത് വലിയ ഭൂകമ്പമായിരിക്കും. അല്ലത്തിന് ആ പാവത്തിന് മനസ്സമാധാനം ഇല്ല. ഭാര്യയുടെ പേരിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞു, മോന്റെ പേരിൽ രണ്ടാമത്തേതും, ഇനി മോടെ പേരിലും കൂടെ ആയാൽ ആ പാവത്തിന് സഹിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു മന്ത്രിയൊക്കെ കൂടിയിട്ട് അവളെ കാണാൻ പോകാനായിട്ട്, നമ്മുടെ ആ കുട്ടീനെ കാണാൻ പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്യാണ്. അങ്ങനെ ശിവനെയും രാജീവിനെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഒരു വെളുപ്പാറാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വരുന്നത്. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. വന്ന് ഡോറിന് ബെല്ലടിക്കായിരിക്കും. അപ്പോഴേക്കും ആലീന ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് പോയിട്ട് ഡോർ തുറക്കാണ്. അച്ഛൻ വന്നോ എന്ന് ചോദിക്കുമ്പം ആ മോളെ എഴുന്നേറ്റില്ലായിരുന്നോ? സമയം 6 മണി ആയതേ ഉള്ളല്ലോ എന്ന് അല്ല പറയുമ്പം ശരിയല്ലേ. പിന്നെ മോളെ ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? ആകെ ടയേർഡായി. മോളെ ഉറക്കക്ഷീണാണെങ്കിൽ വേണ്ട. അയ്യോ അച്ഛാ അതൊന്നും സാരമില്ല.
ഞാനെന്നും എഴുന്നേക്കുന്ന സമയമായല്ലോ, അച്ഛൻ ഇപ്പം ഇട്ട് തരാം എന്ന് പറയാണ്. അങ്ങനെ വാഷ് ബേസിന് അങ്ങോട്ടേക്ക് മുഖം കഴുകാനായിട്ട് ബാലൻ വരുമ്പോഴായിരിക്കും അടുക്കളയിൽ ജഗ് പൊട്ടി കിടക്കുന്നത് കാണുന്നത്. അയ്യോ മോളെ, ഇതെങ്ങനെ ജഗ് പൊട്ടിയത്? അയ്യോ അച്ഛാ, ഞാൻ മറന്നുപോയി അത് വാരിക്കളയാനായിട്ട്. രാത്രി കൃഷ്ണമോള് വെള്ളം എടുക്കാൻ വന്നപ്പോൾ അവളുടെ കയ്യിൽ താഴെ പോയതാ. അവളെ പിടിച്ച് ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഇത് വാരിക്കളയാൻ മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് അലീന അതെല്ലാം വാരിക്കളയാണ്. എന്നിട്ട് ബാലന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ മുറിയിലേക്ക് പോകാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. ബബിത ബാലൻ വന്നൊന്നും അറിഞ്ഞില്ല. രാവിലെ തന്നെ അവിടുന്ന് ഇറങ്ങി മുങ്ങാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അവൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ബാലൻ ചോദിക്കാണ്, നിന്റെ മുഖത്ത് എന്താ പറ്റിയത്? കവള് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കവള് തിരിച്ച് നോക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ അലീനയുടെ 5 പേരിലും അവളുടെ കവളത്ത് പതിഞ്ഞിട്ടുണ്ട്. എന്തായത് ബബിത, എന്തായെന്ന് ചോദിക്കുമ്പം ബബിത ഒന്നും മിണ്ടാതെ തലയെ കുളിച്ച് നിൽക്കാണ്. അലീന എന്തായെന്ന് ചോദിക്കുമ്പം അലീനയും ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണമോള് ഉറക്കത്തിൽ എഴുന്നേറ്റ് വരാണ്. അച്ഛൻ വന്നോന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്ന് അച്ഛനരികിലേക്ക് നിൽക്കാണ്. എന്താ മോളെ, രാത്രി ഇവിടെ ആരെങ്കിലും വന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം അലീനയും കൃഷ്ണയും ബബിതയും ഒന്നും മിണ്ടുന്നില്ല. 3 പേരെ വായിലെന്താ പഴമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല, ബബിതയും മിണ്ടുന്നില്ല. കൃഷ്ണേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കാര്യം പറ. അച്ഛാ അത് പിന്നെ എന്ന് പറയുമ്പം അലീനനെ നോക്കാണ്. അലീന നീ നോക്കണ്ട, നീ എന്നോട് കാര്യം പറഞ്ഞാൽ മതി. സത്യം പറ, ആരാ വന്നതിവിടെ? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചോ? അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, അച്ഛാ ഞാൻ രാത്രിയില് ജഗ്ഗിൽ വെള്ളം എടുക്കാൻ പോവായിരുന്നു. ആ സമയത്ത് ഈ ബബിതേച്ചിയുടെ മുറിയിൽ നിന്നും ഒരു പയ്യൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ പയ്യനെ കണ്ട് പേടിച്ചിട്ടാ ആ ജഗ് താഴെ വീണത്. അതിന് ബബിതേച്ചിയുടെ കാമുകനായിരുന്നു ആ പയ്യൻ. അത് കണ്ടിട്ടാ അല്ല ചേച്ചി ബബിതേച്ചിനെ അടിച്ചത് എന്ന് പറയാണ്. ഇത് നമ്മുടെ ബാലന് ഒരു ഷോക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ബാലനാണേലോ നെഞ്ചും പൊത്തിപ്പിടിച്ച് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും ഓടി വന്ന് അലീനയും കൃഷ്ണമോളും പിടിക്കാണ്. അച്ഛാ 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 എന്ത് പറ്റി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ ഞാൻ ഇന്ന് പറയിടുന്ന് പറഞ്ഞല്ലേ ചേച്ചി അച്ഛൻ ചോദിക്കുമ്പം എന്ന് പറയുമ്പം ഹേ മിണ്ടാതിരിക്ക്, എന്നോട് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടൊന്നുമല്ല ഞാൻ വീണത്. ചായ എവിടെ? ദേ അച്ഛ ചായ എന്നും പറഞ്ഞ് ചായ കൊടുക്കാണ്. കുഴപ്പമൊന്നുമില്ല ലീല, എനിക്കൊരു പ്രശ്നമില്ല മോനെ, കാരണം ഇപ്പൊ ഞാനേ ഇത്രയും ദൂരം പോയിട്ട് വന്നതാ. എവിടൊക്കെ പോയി എന്തൊക്കെ പറഞ്ഞ് നാണം കിട്ടും നിനക്കറിയോ? വന്നു കയറിയപ്പോതേ അടുത്ത കേസ്, അത് മോളുടെ വീതം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിരുന്നല്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പം അവൾ തലയും കുണിച്ച് നിൽക്കാണ്. ആ മുഖത്ത് കിട്ടിയ അടി അത് നിനക്ക് ചേർന്ന അടി തന്നെയാ അലീന. അവനെയും കൂടെ പിടിച്ച് നിനക്ക് നല്ലത് കൊടുക്കാൻ മേലായിരുന്നോ? അച്ഛാ അവനപ്പോ ഇറങ്ങി ഓടിക്കളഞ്ഞു. ബൈക്കിൽ കയറി പോണമെന്ന് ഞാൻ കണ്ടു. ഈ ബബിത അപ്പോഴേക്കും കൃഷ്ണമോള് പറയാണ്, അച്ഛാ ഇതിനു മുമ്പും ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അലീനെ കണ്ണു കാണിക്കുമ്പം കൃഷ്ണ പറയാണ്, അതെ അച്ഛാ, അന്ന് ഞാൻ സ്കൂളിലേക്കും പോയിട്ട് ചേച്ചി അന്ന് രേവതിക്കുറി വീട്ടിലേക്ക് പോയില്ലേ, അത് തിരിച്ചു വന്നപ്പം ഇതുപോലെ തന്നെ ആ ആമലോടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് നമ്മുടെ ബബിതയുടെ നേരെ ചെല്ലുന്നുണ്ട്. എന്താണ് നിന്റെ വിചാരം? തള്ളെപ്പോലെ പിഴച്ചെടുക്കാനാണോടി എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആരാടി അവൻ? ഏതവനാടി? എന്തായാലും അവനെ ഞാനൊന്ന് കാണട്ടെ. ഇനിയിപ്പോ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്റെ വീട്ടിൽ കയറി നിന്റെ അടുത്ത് വന്നില്ല അവൻ, ഇനി ഒരിക്കലും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ബബിത പറയുന്നുണ്ട്, അച്ഛൻ തോന്നിവാസം കാണിച്ച് നടക്കുന്നില്ലേ, അതിനൊന്നും കുഴപ്പമില്ലേ? ഇത് അച്ഛന്റെ മോളാണെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എനിക്കത് വിശ്വാസമില്ല. ഇത്രയും ചെറിയ പെണ്ണേയും കൂട്ടിക്കൊണ്ടെന്ന് ഞങ്ങളുടെ മുമ്പ് വെച്ച് അച്ഛനോട് കൂടെ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്ത അടികളുടെ കവളത്ത് വീണ കേട്ടോ. തോന്നിവാസം പറഞ്ഞ കൊന്നുകളയും നിന്നെ ഞാൻ എന്ന് പറയാണ്. ഇവളെ എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മകളാ. സംശയം ഉണ്ടെങ്കിലേ നിന്റെ DNA ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അപ്പൊ നിനക്കറിയാം. അവള് തോന്നിവാസം പറയുന്നു. നാണമില്ലല്ലോടി, 18 വയസ്സായപ്പോഴേക്കും ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. എന്നിട്ട് അവൾക്കുള്ള ന്യായം പറയാ. മിണ്ടി പോകരുത് അസത്തെ, കണ്ടിച്ചുള്ള നിന്നെയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത അപ്പോഴേക്കും ദേഷ്യപ്പെട്ട മുറിയിലേക്ക് പോകുമ്പം എങ്ങോട്ട് പോവാടി നീ, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കാണ്. എന്നിട്ട് അവളുടെ ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട്. അവൻ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോണത്. എന്റെ മകളെ രാത്രി വീട്ടിൽ കയറി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്താ ചെയ്തോ? എന്തായാലും ഞാൻ അമലിനെ കെട്ടാൻ പോകണുള്ളൂ. ഇനിയിപ്പോ അച്ഛനോട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, ഞാൻ പോലീസുകാരോട് പറയും എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് അമലിലൂടെ പോയാൽ മതിയെന്ന്. അത് കേട്ടപാടെ പോലീസുകാര് ഞങ്ങളെ വിട്ടയക്കും. പിന്നെ അച്ഛനെ വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുറി കയറി വാതിൽ വലിച്ചടക്കാണ്.
ആകെപ്പാടെ തകർന്ന് തരിപ്പണമാവാണ് കേട്ടോ നമ്മുടെ ബാലൻ. അലീന പറയാണ്, അച്ഛാ വിഷമിക്കാതെ അച്ഛാ, ഇതുകൊണ്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. എന്ന് വെച്ച് ഞാൻ അറിയണ്ടേ അലീന ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം? ഒന്നും പറയാതെ മറച്ചു വെച്ചാൽ അവസാനം എന്താവും അവസ്ഥ? അച്ഛാ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവള് രണ്ടും കൽപ്പിച്ച. ആ പയ്യനെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷെ ആ പയ്യൻ പക്കാ ഫ്രോഡാച്ചാ. ഞാന് മനുവേട്ടൻ എന്നോട് പറഞ്ഞു. മനുവിനെ അപ്പം അറിയാല്ലേ? അറിയാം. മനുവേട്ടൻ ഒരു പ്രാവശ്യം വന്ന് ഇവളെ ഭീഷണിപ്പെടുത്തലൊക്കെ പോയതാ, ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ പോയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇന്നിപ്പോ അച്ഛനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവള് മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ സ്വഭാവം എന്റെ ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അതെങ്ങനാ, തള്ളയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരു മോളെങ്കിലും വേണമല്ലോ എന്ന് ബാലൻ പറയുന്നുണ്ട്. അല്ല ഇപ്പറഞ്ഞ അമലിനെ നിനക്കറിയോ? ആ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ കൃഷ്ണമോള് പറയാണ്, എനിക്കറിയാച്ചാ, ആ ചേച്ചിയുടെയൊക്കെ സീനിയർ ആയിരുന്നു. അയാളെക്കുറിച്ച് എനിക്കറിയാം. എങ്കിലേ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്നേരെ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛാ പ്രശ്നം ഉണ്ടാക്കിയാല് ബബിത ഇറങ്ങിപ്പോന്നുള്ള കാര്യം ഉറപ്പാ. കഴിഞ്ഞ തവണ ഞാൻ അവനെ പിടിച്ച് ചൂലും കൊണ്ട് അടിച്ചിറക്കി ഓടിക്കായിരുന്നു. ആ സമയത്ത് ബബിത അവനോട് പോകാൻ നിൽക്കായിരുന്നു. പിടിച്ചു വലിച്ചകത്തിട്ട് ഞാൻ കഥക് ലോക്ക് ചെയ്യായിരുന്നു അച്ഛാ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് എന്താ അലീന നീ എന്നോടൊന്നും പറയാതിരുന്നത്? അത് പിന്നെ അച്ഛാ, അച്ഛന്റെ മാനസികാവസ്ഥ ഓർത്ത് അച്ഛൻ എന്തൊക്കെ സഹിക്കും, അതുകൊണ്ടാ അച്ഛാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലനാണെങ്കിലോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കായിരിക്കും. ബബിത മുറിയിൽ കഥ അടച്ച് ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. അലീനയും കൃഷ്ണമോളും ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇത്രയും കാലം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് ആ പാവ മനുഷ്യന് കൊടുക്കാതിലപ്പുറം ഗിഫ്റ്റ് ആണല്ലോ മക്കളും ഭാര്യയും കൂടി കൊടുത്തത്. അതോർത്ത് ആ പാവം അവിടെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. അലീനയും കൃഷ്ണമോളും അടുത്തു നിന്ന് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പാവത്തിന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുകയാണ്. പോയിട്ട് വന്നതുപോലും മോനെ ഇറക്കാനാണല്ലോ. വന്നു കയറിയപ്പോഴാ മോളുടെ കാര്യം ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ആകെപ്പാട് ഡെസ്പായിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഉണ്ട്. അതായത് നമ്മുടെ ശരണ്യ പണം സ്വീകരിക്കുമോ, അതുപോലെ ഇനി ബബിതയിലേക്കും ചെയ്യാൻ പോകണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.